CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസിൻ്റെ വെളിപ്പെടുത്തലുകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? കൊട്ടേഷൻ മാത്രമല്ല, സ്വർണ്ണക്കടത്ത്, ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് കണ്ണൂരിലെ പാർട്ടി നേതാക്കന്മാരാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുക. അദ്ദേഹം P. ജയരാജനെ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുക. നിങ്ങൾ പറ, ഞാനും പറയാം, എൻ്റെ കയ്യിലും തെളിവുകളുണ്ട് എന്ന്. അനിലേ, ഈ മനു തോമസ് എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് എന്താ പറഞ്ഞത്? മനു തോമസ് എന്ന് പറഞ്ഞ ആൾ ആദ്യം വന്നിട്ട് പറഞ്ഞത് എന്താ? ഏതോ ഒരു സ്ഥലത്തെ ഒരു പാറമട, ആ പാറമടയ്ക്കെതിരെ അവിടെ വിമർശനം വന്നു. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആ വിമർശനത്തിനൊപ്പം നിന്നപ്പോൾ P. ജയരാജൻ ഇടപെട്ട ഏരിയ സെക്രട്ടറിയെ അവിടുന്ന് നീക്കി. അയാൾ പറയുകയാണ്, 2 P. ജയരാജന്റെ മകൻ എത്രയോ വലിയ മാന്യൻ ആയിട്ടുള്ള ആളാണെന്നാ പറഞ്ഞത്. കണ്ണൂരിലെ ചന്ദ്രതാരകത്തിന്റെ മകൻ. അവൻ, അതെ, ചന്ദ്രതാരകത്തിന്റെ മകൻ, അവൻ വിദേശത്ത് വലിയ കച്ചവടം നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തി P. ജയരാജൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എന്താ സംഭവിച്ചത്? ഇത് മനു തോമസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രതികരണം എന്താ? നമ്മൾ ഈ നിയമങ്ങളൊക്കെ പറയുമ്പോഴേ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. P. ജയരാജനെ അനുകൂലിച്ച് ഇന്ന് ആദ്യം വന്ന ആളാരാ? മറ്റേ എന്താണ്, എടയൂർ എവിടെയോ വെച്ചിട്ട് മറ്റേ മുഹമ്മദ് ഷുഹൈബിനെ വെട്ടിയരിഞ്ഞ് കൊന്ന കേസിൽ ജയിലിൽ കിടക്കുന്ന മറ്റേ എന്താണ് അവന്റെ പേര്, ആകാശ് തില്ലങ്കേരിയാണ് P. ജയരാജൻ ആദ്യമായി വന്നത്. അർജുൻ ആയങ്കിയും. അതുപോലെ തന്നെ സ്വർണം കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഘത്തിന്റെ നേതാവ് അർജുൻ ആയങ്കി. അതിന് പുറകെ വന്നത് ആരാണ്? മുഹമ്മദ് ഷാഫി. അതിന് പുറകെ വന്നത് പോരാളി ഷാജി. അപ്പൊ ആരാണ് P. ജയരാജന്റെ പിന്തുണച്ചക്കാർ ആരാണ്? PJ ആർമി. എന്നിട്ട് അതിനുശേഷം മനു തോമസ് ഒരു ചാനലിൽ വന്ന് പറഞ്ഞു കേട്ടത് റെഡ് ആർമി എന്ന് പറയുന്നത് P. ജയരാജന്റെ മകൻ വിദേശത്തിരുന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതിന് ഉപരി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെടെയുള്ള പൊട്ടിക്കൽ സംഘത്തിനെയും കൊട്ടേഷൻ സംഘത്തിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് P. ജയരാജന്റെ മകൻ വിദേശത്തിരുന്നു കൊണ്ടാണ് എന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മനം മടുത്ത് പാർട്ടി വിട്ട മനു തോമസ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കാണണം സുഹൃത്തെ. ഇതൊക്കെ നമ്മൾ കാണാതെ നമ്മൾ ഈ CRPCയിലെ വകുപ്പുകളൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിയമത്തിൽ പാണ്ഡിത്യമുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടേക്കാം. പക്ഷേ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. കണ്ണൂർ ജില്ലയിൽ ഇതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു ജില്ലാ കമ്മിറ്റി അംഗം മനം മടുത്ത് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ P. ജയരാജന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ക്രിമിനൽ വൽക്കരണം, ആ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഈ തലയോട്ടികൾ കബോർഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. TP വധക്കേസിലെ ക്രിമിനലുകളെ CPM എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. ഞാൻ പറയുന്നത് ഇനിയും നിയമം ലംഘിച്ച് അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും, ഒരു സംശയവുമില്ല. പിന്നെ എന്താണ് ഡിവിഷൻ ബെഞ്ച് എന്താ പറഞ്ഞത്? റെമിഷനുള്ള അവകാശം സർക്കാരിനാണ്, പക്ഷേ അത് സർക്കാർ 20 വർഷത്തേക്ക് അത് ഇൻവോക്ക് ചെയ്യരുത് എന്നാണ് ജയശങ്കരൻ നമ്പ്യാരും കൗസർ അടപ്പകത്തിൻ്റെയും ബെഞ്ച് പറഞ്ഞത്. അത് സർക്കാരിന് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല. അത് ഒരു സംശയവും വേണ്ട. ഇത് സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും സാക്ഷാൽ പിണറായി വിജയന് അറിയാതെ ഇതിനകത്ത് ഒരു രോമം അനക്കില്ല. അതൊക്കെ പാർട്ടിക്ക് അകത്ത് പ്രവർത്തിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക്. ഷാജാൻ, അത് മാത്രമല്ല ഷാജാൻ, ഈ 54 പേരുടെ പട്ടികയാണല്ലോ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ 54 പേരും CPMകാരാണ്. എൻ്റെ നാട്ടിലുള്ളവരുണ്ട്, കുളശ്ശേരി, കാവും ഭാഗം, ആ മേഖലകളിലുള്ളവർ, എനിക്കറിയാവുന്ന CPM ക്രിമിനലുകൾ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്. ഈ 54 പേരും CPMകാരാണെന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ബാക്കിയുള്ളവർക്കൊന്നും തടവുകാരുടെ അവകാശമൊന്നുമില്ല. CPMകാർക്ക് മാത്രം പതിച്ചു കൊടുത്തിരിക്കുക. CPMനകത്ത് പ്രവർത്തിച്ചവർക്ക് അറിയാം CPMന്റെ നേതൃത്വം ഈ ശിക്ഷ ഇളവ് കൊടുക്കുന്നത് ആർക്കാണെന്ന്. അതിനകത്ത് നമ്മൾ ഈ വകുപ്പുകളൊന്നും പറഞ്ഞിട്ടൊന്നും നിലനിൽക്കത്തില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് എന്താണെന്നുള്ളതും അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്നവർ മുതൽ താഴോട്ടുള്ളവരാണെന്നുള്ളത് ഏത് കുഞ്ഞിനും അറിയാം. അതുകൊണ്ട് തന്നെ CPM ഇത് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ജീവപര്യന്തം കഴിയുമ്പോൾ ഇവരെല്ലാം പുറത്തിറക്കി വിടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് 20 വർഷം കൂടെ പിന്നെയും ജയിലിൽ. അവർ അസ്വസ്ഥരാണ്.
അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയും ഇപ്പോഴല്ല, ഇനിയും സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ, പിണറായിയുടെ മുഖ്യമന്ത്രിയായി തുറന്നാൽ പിണറായിയുടെ നേതൃത്വത്തിൽ അവരെ പുറത്തിറക്കാനുള്ള ശ്രമം ഇനിയും നടക്കും. ഒരു സംശയവും വേണ്ട. അതിനകത്ത് ഒരു നിയമവും ബാധകമാകില്ല. ആ നിയമങ്ങളൊന്നും ഇതുവരെ അതിനകത്ത് ബാധകമായില്ല. ഇനി നിയമം ബാധകമായെങ്കിൽ തന്നെ ഈ കേസിൽ കുറ്റവാളിയായിട്ടുള്ള ഒരാളെ അയാൾ ജയിലിൽ കിടക്കുമ്പോൾ അയാളെ പാർട്ടിയുടെ നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കൊലക്കേസിൽ പ്രതിയായി കിടക്കുകയല്ല, ഒരു കൊലക്കേസിൽ കുറ്റവാളിയായി ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ ഒരു വിപ്ലവ പാർട്ടി അയാളെ പാരൂര് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എടുത്തെടുത്ത് തലയ്ക്ക് വെളിവുള്ളവും ചെയ്യും. വെള്ളരിപ്രാവായ കുഞ്ഞനന്ദന് അവിടെ പാനൂരിൽ രക്തസാക്ഷി സ്മാരകത്തിലാണ് കഴിഞ്ഞ ദിവസം ഇയാൾ പോയി പ്രസംഗിച്ചത്. മനസ്സിലായി? ഇതൊക്കെ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഇതിനൊക്കെ എതിർക്കണം നിങ്ങളെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെയൊക്കെ എതിർക്കണം. നിങ്ങളൊരു അഭിഭാഷകനാണെങ്കിൽ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയെ എന്തടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ ഭാരവാഹിയാക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം. അത് ചോദിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, നിങ്ങളുടെ വിശ്വാസ്യത മാത്രമേ അത് ബാധിക്കുള്ളൂ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ഇടയ്ക്കൊന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്.